കുഞ്ഞികൃഷ്ണൻ എന്നാണ് സഖാവിൻ്റെ പേര്. 19 കൊല്ലമായിട്ട് പാർട്ടി പ്രവർത്തനത്തിൻ്റെ രംഗത്തുള്ളതാണ്. അദ്ദേഹം കണക്ക് പഠിച്ച ആളാണ്, ഓഡിറ്റിംഗ് പഠിച്ച ആളാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എങ്ങാണ്ട് ഓഡിറ്ററുടെ ജോലിയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ കണക്കെല്ലാം കൂട്ടി നോക്കിയ സമയത്ത് ഏതാണ്ട് 70-90 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 70-90 ലക്ഷം രൂപയിൽ ഒരു 30-32 ലക്ഷം രൂപ ഈ പറയുന്ന രക്തസാക്ഷിയായ മനുഷ്യൻ്റെ കുടുംബത്തിന് കൊടുത്തിട്ടുമുണ്ട്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി പൈസ കാണാനില്ലെന്ന് മാത്രമല്ല, ബാക്കി പൈസ കിട്ടിയതായിട്ടോ രേഖപ്പെടുത്തതായിട്ടോ ഇല്ല. അത് ആവിയിൽ ലയിച്ചു പോയി, ശൂന്യാകാശത്തിൽ ലയിച്ചു പോയി. അപ്പോൾ സാധാരണ നിലയിൽ ഈ നമ്മൾ നെയ്യോ അതുപോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉരുക്കി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുകി അങ്ങ് പോകും. അത് എവിടെ എത്രയെന്ന് വെച്ചാൽ എവിടെ പോയി, അത് ഉരുകിപ്പോയി എന്ന് പറയാനേ പറ്റും. അതേമാതിരി നോട്ടുകെട്ടുകൾ ഇങ്ങനെ വെയിലത്ത് വെച്ചാൽ ഉരുകിപ്പോകുന്ന ഒരു നാടായിട്ട് പയ്യന്നൂർ മാറിയ കഥ ഈ പാവം ആര് അറിഞ്ഞില്ല? ഈ കുഞ്ഞികൃഷ്ണൻ അറിയാം. അയാൾ ഈ നാട്ടിൽക്കാരനൊക്കെ ആണെങ്കിലും പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പണം പെട്ടിയിൽ വെച്ചാലും ശരി, വെയിലത്ത് വെച്ചാലും ശരി, 1 കോടി ഉണ്ടെങ്കിൽ അതൊരു 10 പോയിട്ട് അവസാനം ഒരു 30-35 ലക്ഷത്തിലേക്ക് ചുരുങ്ങും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക ഒരു രാഷ്ട്രീയ പ്രശ്നം മൂപ്പര് അറിയാതെ പോയതുകൊണ്ട് പുള്ളി കണക്ക് കൂട്ടി നോക്കിയ സമയത്ത് 1 കോടിയോളം ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്. ചിലവായ പൈസ എന്ന് പറയുന്നത് 30-35 ലക്ഷം മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെ പോയെന്ന് വെച്ചാൽ കാണാനില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി. അദ്ദേഹം അതൊരു പുസ്തകമാക്കി. അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ച് വലിയ പ്രചാരണം നടത്തി, ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിൽ പറഞ്ഞു. ഇപ്പോൾ പ്രശ്നമായി. ഒരു പാർട്ടി രഹസ്യം ചോർത്തി കൊടുത്തു. എന്താണ് ഈ പാർട്ടി രഹസ്യം? 1 കോടി രൂപ പിരിച്ചു കഴിഞ്ഞാൽ അതിൽ 1/3 മാത്രമേ പതിര് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവൂ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തത്വമുണ്ട്. ബാക്കി പണം പതിരായിട്ട് പോവും. നെല്ലായിട്ട് വരുന്നത് വെറും 1/3. ഈ 1/3 മാത്രമാണ് യഥാർത്ഥത്തിൽ കണക്കിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന വളരെ പ്രധാനമായിട്ട് രാഷ്ട്രീയ തന്ത്രം. അത് മനസ്സിലാക്കാൻ കഴിയാതെ കണക്ക് എവിടെ പോയി, കണക്കിൽ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ ഉടലോടെ പാർട്ടിയിൽ നിന്നും ഇവർ പുറത്താക്കി.